ആ ശിവായി പുറത്ത് നിൽക്കണുണ്ടല്ലോ, അവന് എന്ത് ഭാവിച്ചോണ്ടാ? നാണം കെടുത്താൻ തന്നെയാ. എനിക്ക് നാക്ക് ചൊറിഞ്ഞതാ രണ്ടു പറയാൻ. മുത്തശ്ശി, പിന്നെയും മണത്ത് കൂടിയിരിക്കാ നീ. ഞാൻ നിന്നൊന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താണ് നിന്റെ വിചാരം? നിന്റെ തോന്നിയാസം ചോദിക്കാൻ ഇവിടെ ആരുമില്ലെന്നോ? ആടിച്ചു മുഷിന്റെ അത്തി പൊട്ടിക്കും ഞാൻ. പോടാ. എന്താണ് മേടിച്ചു നോക്കണത്? പോടെ മുമ്പിത്. നടക്കടി. എന്റെ അമ്മേ, എടോ, താൻ വിളിച്ചോണ്ടാ അടിയോടി വന്നത്. താൻ സ്നേഹത്തോടെ തന്നതുകൊണ്ടാ അടിയോടി കുടിച്ചത്. അതെന്തിനാ താൻ വിളിച്ചപ്പോ അടിയോടി വന്നത്? താൻ തറവാടി ആയതുകൊണ്ട്. അല്ലാതെ ഏത് പീറ വന്ന് വിളിച്ചാലും ഈ അടിയോടി വരില്ല. നിങ്ങൾ ഇതുവരെ എന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. താനൊരു കാര്യം ചെയ്യും, ഇന്നോ നാളെയോ സൗകര്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയെ പോയി കണ്ട് ചെയ്തു പോയ തെറ്റിന് കാല് പിടിച്ച് മാപ്പുക. പിന്നെ നിങ്ങൾ എന്താ തെറ്റെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ഇല്ലെന്ന് 100 പ്രാവശ്യം പറഞ്ഞില്ലടോ. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല, 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കള്ളുടിച്ചു വിചാരിച്ചോ? 3 കാര്യം പറ. എന്നാ താ ഒരു കാര്യം, കുഞ്ഞുലക്ഷ്മിയെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പതുക്കനെ അവളുടെ കള്ളും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞല്ലോ. എന്റെ കൈയിൽ കിടന്ന് വളർന്ന കുട്ടിയത്, ശർക്കര പോലെ അലിയുന്ന മനസ്സാതിന്റെ. അവള് പറഞ്ഞ കുറുപ്പന്മാര് തന്നെ കോളേജിലെ ശിപായി അല്ല ഹെഡ് മാസ്റ്റർ വരാക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാ പറയണേ. ഹെഡ് മാസ്റ്റർ അവളോണ്ട് വിരോണ്ടോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തനിക്ക് എന്താ വേണ്ടത്? അന്നാ കത്ത് നിന്നും ഫോട്ടോ ഒട്ടിച്ചൊന്നും ഞാനല്ല. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല, ഞാൻ ശരിയെ തന്നെ ധരിച്ചിരിക്കുന്നത്. വഴി തടഞ്ഞു നിർത്തി നാണം കെടുത്താനാ ഭാവം? അയ്യോ, അതൊന്നുമല്ല. കുട്ടി ഏട്ടന്മാരോട് പറഞ്ഞ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം. താനല്ലേ പറഞ്ഞു എന്നെ പഠിപ്പിക്കുമെന്ന്? ഞാൻ പഠിച്ചു തീരട്ടെ. കുട്ടി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാ. എനിക്കെന്റെ ജോലിയാ വലുത്. വലിയ ആള് നടിക്കുമ്പോ ആലോചിക്കണായിരുന്നു ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന്. ഇനി എന്റെ പുറകെ ജോലി കൂലിന്നും പറഞ്ഞ് നടന്നാല് ചെരുപ്പുണ്ട് കാലില്, സൂക്ഷിച്ചോ. മടി. കാലിലെ ചെരുപ്പ് കൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ കെട്ടിലമ്മ ഭാവമുണ്ടല്ലോ, അത് നിന്റെ തറവാട്ടിലെ അടുക്കള പെണ്ണുങ്ങൾ എടുത്ത് കാണിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കണം. ശിവശങ്കര, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. ശിവശങ്കര പോണ്ട. ഗുരുക്കളാണ്, അഭ്യാസിയാണ്, മേവഴുക്കുള്ള ആളുമാണ്. അർമാണിയാ. ഇങ്ങോട്ട് വാടാ. വേണ്ട പോനെ ശിവശങ്കര. ചേട്ടൻ മിണ്ടാരി, എന്ത് ചെയ്യും നോക്കാലോ. നടക്കണ കാവുമ്പാട്ടേക്ക്. എന്തിനാ? സദ്യ ഉണ്ണാൻ. നീ കാവുമ്പാട്ട കുഞ്ഞിനെ തല്ലും അല്ലേടാ? ആ, തല്ലും. ഈ പെരുവണ്ണാപുരത്ത് ആരും ഇന്നേ വരെ കാവുമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. ഇപ്പൊ എവിടെന്നോ വന്ന് കയറിയ നീ കുഞ്ഞിനെ തല്ലി അല്ലേടാ? മര്യാദക്ക് കാവുമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പ് പറയടാ. നടക്കില്ല ഗുരുക്കളെ. കാവുമ്പാട്ട പെണ്ണ് തല്ലി മേടിച്ചെങ്കിലേ അതതിന്റെ സ്വഭാവം ശരിയല്ല. ഞെട്ടാ, കാവുമ്പാട്ട കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നന്നാക്കാൻ നീ ആരടാ? കുട്ടിക്ക് പുടവ കൊടുത്തവനോ? എന്താ, ഞാൻ പുടവ കൊടുത്ത അവള് വാങ്ങില്ലേ? ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ചെറ്റെ ആ കുട്ടിയുടെ ചെരുപ്പഴിക്കാനുള്ള യോഗ്യത. കാവുമ്പാട്ട കെട്ടിലമ്മയുടെ വലിപ്പമൊന്നും ഞാൻ പറയണ്ട. അവിടത്തെ എച്ചിലൊന്ന് കൊഴുത്ത തനിക്ക് അവൾ മഹാറാണിയായിരിക്കും. ഈ ശിവശങ്കരൻ അവളൊരു ചുക്കുമല്ലോ. വേണ്ടി വന്ന അവളുടെ കഴുത്തിലൊരു താലി കെട്ടി അവളെ കൊണ്ട് ഈ ശിവശങ്കരൻ പെരുവണ്ണാപുരത്ത് പോവൂ. മനസ്സിലായോ? എന്ത് പറഞ്ഞാൽ നീ നീ ഇവിടെ ഒന്നുകൂടെ പറയടാ. പറയടാ, വേണമെന്ന് വെച്ചാൽ ഒന്നുകൂടി കേട്ടോ. ഈ പെരുവണ്ണാപുരത്തുകാരെ മുഴുവൻ കേൾക്കാൻ വേണ്ടി പറയുക. കാവുമ്പാട്ട കുറുപ്പന്മാരുടെ പുന്നാര പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയെ ഇന്നേക്ക് 15 തികയുന്ന ദിവസം ഈ ശിവശങ്കരൻ കെട്ടിയിരിക്കും. ചെന്ന് പറ തമ്പുരാക്കന്മാരോട്. അംഗം കുറിച്ച പടനായകനെ പോലെ ശിവശങ്കരൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇനി ഞങ്ങൾ ദേശക്കാരുടെ വീരപുരുഷനാണ്. ഇതാ പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ കേളികൊട്ട് തുടങ്ങുകയായി. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ. ഒന്നുപോലെ കൈ ഇങ്ങടാ. കലക്കി കലക്കിന്ന് പറഞ്ഞാ പോരെ. കലക്കി
കുറുപ്പന്മാരുടെ അണ്ടാസ് പൊട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്? നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കരാ. നിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നാൻ ഉമ്മ തരട്ടെ. എനിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നറിയില്ല. ഒരു പ്രശ്നവുമില്ല പുണ്ണി നായരെ. ഈ പെരുവണ്ണാപുരം മുഴുവൻ ശിവശങ്കരന്റെ പിന്നിലുണ്ട്. ഈ വിവാഹം നമ്മൾ നടത്തിക്കും. ആ കുറുപ്പന്മാരുടെ ഇടപാട് തീർക്കാൻ പറ്റുമോ നോക്കണമല്ലോ, അല്ലേ ബി? അതെ, ജില്ലാ കമ്മിറ്റിയും ആലോചിക്കാതെ തന്നെ ഈ വിവാഹത്തിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ നാളുകളായിരിക്കും. എന്താ വീര അതിന്റെ ഒക്കെ അർത്ഥം? അണ്ടരപ്പാടികൾക്കൊക്കെ എന്തും പറയാനായോ? അതെ, അങ്ങനെ കൂട്ടിയാ മതി. വിവരമില്ലാത്തൊരു ചെക്കൻ എന്തോ പറഞ്ഞു. ബുദ്ധിമോശം അല്ലാതെ എന്താ? ഇതിപ്പോ ഒരു നാണക്കേടാവുമല്ലോ. പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കി. പിടിച്ചു കെട്ടി 4 കൊടുത്തിട്ട് നാട് കടത്തുക വേണ്ട അധിക പ്രസംഗേ. നിങ്ങൾക്കപ്പൊ എന്ത് പറ്റി കുരുക്കളെ? ജീവനോടെ വേണമെന്ന് കുറിപ്പ് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ശവം വീണേനെ. ഗുരുക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് 4 പേര് ചേർന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു എന്നാ ഞാൻ കേട്ടത്. ഇങ്ങ് വരട്ടെ കെട്ടാ മാലയും കൊണ്ട് കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞാൻ. മോശകോടൻ തച്ചോളിയോതെന്റെ ചേലിക്കല്ലേ പറഞ്ഞത് കെട്ടിക്കൊണ്ട് പോകുന്നു. മീനാക്ഷി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പൊത തന്നെ വേണമെന്ന് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്. നീ എന്റെ ഇത് മേടിക്കും. ഏട്ടന്മാർ അയാളെ വെറുതെ വിടുമെന്ന് തോന്നില്ല. അവന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. കുഞ്ഞുലക്ഷ്മി ആരാണെന്ന് അവൻ അറിഞ്ഞോളൂ. വല്യേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയേ. അവൻ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ചന്തക്കുട്ടിക്കുറുപ്പ് എന്തിനാ ഭാവം? കുറുപ്പിന്റെ കൈ ആ ചെക്കന്റെ പുറത്ത് വീണ അവൻ അവിടെ വീണ് ചാവും. ആ പാപം കൂടി വെറുതെ തലയിലേറ്റണോ എന്നും പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അടിയോടി പറയുന്നത്? അങ്ങനെ കാവം പാട്ടുകാർ ശീലിച്ചിട്ടില്ല. വേണ്ട, കൈയും കെട്ടി നോക്കി നിൽക്കണ്ട. കുറുപ്പ് തന്നെ പറഞ്ഞില്ലേ തറവാടിന്റെ കാര്യം. എന്താ കാവുംപാട്ടിന്റെ പാരമ്പര്യം? മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരുത്തൻ വെല്ലുവിളി നടത്തിയാൽ അത് സ്വീകരിക്കുക. അടിയോടി എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇപ്പൊ അവൻ എന്താ ചെയ്തത്? 15 നാളുകൊണ്ട് ഇവിടത്തെ കുട്ടിയെ കെട്ടുവന്നു. നടക്കണ കാര്യമാണോ അത്? ഉശിരുണ്ടെങ്കിൽ അവൻ നടത്തട്ടെ. ഇല്ലെങ്കിൽ 16-ാം നാൾ രാവിലെ ചന്തുക്കുട്ടിക്കുറുപ്പ് പറഞ്ഞതുപോലെ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരിക. പിന്നെ എന്താ വേണ്ട വെച്ചാൽ നമുക്ക് തീരുമാനിച്ച് ചെയ്യാം. അല്ലാതെ ചാടിക്കയറി നമ്മള് അടിയോടി പറഞ്ഞാലും കാര്യമുണ്ട്. അവൻ എന്ത് ചെയ്യോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പൊ കയറി എന്തെങ്കിലും ചെയ്താല് അത് കൂടുതൽ വഷളാകേ ഉള്ളൂ. അതെ, അതാ അതിന്റെ ശരി. അതുകൊണ്ട് അവൻ ഈ നാട്ടിൽ തന്നെ കഴിയട്ടെ എന്ന്. കഴിയാൻ നമ്മുടെ പീഡിയ മുറിയിൽ അനുവദിക്കണ്ട. അവിടുന്ന് അവനെ ഇറക്കാം. ആ, അത് ശരിയാ. ഗുരുക്കളെ, നിങ്ങൾ എന്ന് അവന്റെ സാധനങ്ങളെ പുറത്തിട്ട് മുറി കൂട്ടിക്കോളൂ. മുറി പൂട്ടാന്ന് വെച്ചാൽ അവന്റെ മുറി ഇവിടെ ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, എന്തിനാ നിക്കണേ? അവന്റെ മുറി എന്താ പോടാ? കുരുക്കളെ, ക്രമസമാധാനം തകർക്കരുത്. സമാധാനമെങ്കിൽ സമാധാനം, അക്രമമെങ്കിൽ അക്രമം. അയ്യോ വേണ്ട കുരുക്ക. എടുത്തോണ്ട് പോണെല്ലാം. കാവുംപാട്ടുകാർ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് നീ പെരുവഴിയിൽ നിന്ന് നിൽക്കണ്ട. ശിവശങ്കരൻ എന്റെ കുടിയിൽ താമസിക്കും. എടോ കുരുക്കളെ, ഇയാള് പോയി 4 കുറുക്കന്മാരോട് പറഞ്ഞേക്ക് ഇവനെ തല്ലാനും കൊല്ലാനും ഇനി ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ട, മാധവമ്മയുടെ കുടിയിലേക്ക് വരാൻ. പോയി പറയണം. അങ്ങനെ ഒന്ന് പോയാലോ? അതിനോട് വിട്ടേക്ക്. അതാ കാവുംപാട്ടത്തെ ഇച്ചിരുന്ന് പട്ടിയല്ലേ. നോക്കി നിൽക്കാതെ നടക്കും മാധവമ്മയുടെ വീട്ടിലേക്ക്.